ആരോഗ്യമന്ത്രിയുടെ കൂടി പ്രതികരണം ഇപ്പോൾ വരികയാണ്. നമുക്ക് ഇതിലേക്ക് പോവാം. വളരെ വേദനാജനകമായിട്ടുള്ളൊരു സംഭവമാണ്. പ്രത്യേകിച്ച് നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ ഒരു സമീപകാലത്തെങ്ങും ഉണ്ടായിട്ടില്ലാത്തൊരു സംഭവമാണ്. അതും ഫസ്റ്റ് ഇയർ ആയി വന്ന നമ്മുടെ കുട്ടികൾ. ബാക്കി ഇപ്പോൾ പരിക്കേറ്റ് ചികിത്സയിലുള്ളവരിൽ ഒരാളുടെ നില വളരെ ക്രിട്ടിക്കലാണ്, 2 പേര് ക്രിട്ടിക്കലാണ്. അതിലൊരാളുടെ നില വളരെ മോശമാണ് എന്നുള്ളതാണ്. ഇപ്പോൾ മെഡിക്കൽ ബോർഡ് പ്രത്യേകമായിട്ട് ചേരുന്നുണ്ട്. ആ മെഡിക്കൽ ബോർഡ് സാധ്യമായിട്ടുള്ള എല്ലാ ചികിത്സകളും നൽകണമെന്നുള്ളതാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ കൂടി മെഡിക്കൽ ബോർഡ് പരിശോധിക്കും. നിലവിലുള്ള സ്ഥിതി, ഇപ്പോൾ നൽകുന്ന ട്രീറ്റ്മെൻറ്റ്, ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ മെഡിക്കൽ ബോർഡ് പരിശോധിക്കും. ഇപ്പോൾ മെഡിക്കൽ ബോർഡ് മുകളിൽ ചേരുകയാണ്. ഇല്ല, ഇവിടെ പൂർണ്ണമായ എല്ലാ ചികിത്സയും ഇവിടെ നൽകാൻ കഴിയും. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് മെഡിക്കൽ ബോർഡ് ഇപ്പോൾ അതുകൂടിയാണ് പരിശോധിക്കുന്നത്. ഇപ്പോൾ നൽകുന്ന എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെയും ബന്ധപ്പെട്ട എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും ചുമതല വഹിക്കുന്ന ഡോക്ടേഴ്സുമുണ്ട്. അപ്പോൾ നിലവിലുള്ള ട്രീറ്റ്മെൻറ്റും അവരുടെ ശാരീരിക അവസ്ഥയും ഇനി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് കൂടി അവർ കൂട്ടായിട്ട് ആലോചിക്കും. അതിനു വേണ്ടിയിട്ടാണ് പ്രത്യേക മെഡിക്കൽ ബോർഡ് ചേരുന്നത്. പക്ഷേ ഒരു സ്റ്റുഡൻറ്റിൻ്റെ നില വളരെ വളരെ മോശമാണ്. പക്ഷേ പരമാവധി എല്ലാ കാര്യങ്ങളും ചെയ്ത് ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. ഇല്ല, അതിൽ 2 പേരുടെ, ഈ 4 പേരിൽ 2 പേരുടെ നില ക്രിട്ടിക്കലാണ്. അതിൽ തന്നെ ഒരാളുടെ നില വളരെ ഗുരുതരമാണ്. മറ്റവർ 2 പേരും താരതമ്യേന അതിൻ്റെ തീവ്രത അവർക്ക് കുറവാണ്. പേര് ഞാൻ പറയാം. വളരെ ക്രിട്ടിക്കലായിട്ടുള്ള, കാരണം അവരുടെ പേരൻസിനെ ഞാൻ കണ്ടില്ല. അപ്പോൾ അത് അവരെയും കൂടി ഒന്ന് കണ്ടതിന് ശേഷം നൽകാം. ഇവിടെ എല്ലാ ചികിത്സാ സൗകര്യങ്ങളും ചികിത്സയും അവർക്ക് നൽകും എന്നുള്ളതാണ് സൂപ്രണ്ടും പ്രിൻസിപ്പളും ഒക്കെ അറിയിച്ചത്. മെഡിക്കൽ ബോർഡ് ചേർന്ന് മറ്റെന്തെങ്കിലും തരത്തിലുള്ളൊരു ഇൻ്റർവെൻഷൻ ആവശ്യമുണ്ടോ എന്നുള്ളത് കൂടി നോക്കും. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് അവർ ഇപ്പോൾ മീറ്റ് ചെയ്യുന്നത്. താങ്ക് യു. ആരോഗ്യമന്ത്രി പ്രതികരിക്കുകയായിരുന്നു. മിനിസ്റ്റർ സൂചിപ്പിച്ചതുപോലെ ഈ പരിക്കേറ്റവരിൽ 2 പേരുടെ ആരോഗ്യനില ഗുരുതരമാണ്. അതിൽ ഒരാളുടെ ആരോഗ്യനില അതീവ ഗുരുതരമാണ്. ആ വിവരം കൂടിയാണ് ആരോഗ്യമന്ത്രി പങ്കുവയ്ക്കുന്നത്. മെഡിക്കൽ ബോർഡ് ചേർന്ന് തുടർ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. നൽകാവുന്ന ഏറ്റവും മികച്ച ചികിത്സ അവർക്കെല്ലാവർക്കും നൽകുന്നുണ്ട്. അതിന് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്രത്യേക ക്രമീകരണവും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ആരോഗ്യമന്ത്രി സൂചിപ്പിച്ചത്. ലക്ഷദ്വീപ് സ്വദേശി മുഹമ്മദ് ഇബ്രാഹിമിൻ്റെ മൃതദേഹം എറണാകുളം ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലേക്കാണ് കൊണ്ടുവരുന്നത്. അവിടെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക.